ഹാലേലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുലിഖിതം. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് തക്ക സമയം, ഒരു ദൈവിക ക്രമീകരണം എന്നതിനെ കുറിച്ചാണ്. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 6-ാമത്തെ തിരുലിഖിതം, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. തക്ക സമയത്ത് ഇടപെടുന്ന ദൈവം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുകയും ആ വചനങ്ങളാൽ അന്ധകാരങ്ങൾ കത്തി അമരുകയും ദൈവിക ജീവൻ ഉജ്ജ്വലിക്കുകയും ചെയ്യാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു മണിക്കൂറിലാണ് ഇപ്പോൾ ഞാനും നിങ്ങളുമായിരിക്കുന്നത്. 1-2 വ്യക്തികളുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് മേരി. ഞാൻ 11 വർഷമായി വെരിക്കോസ് വെയിൻ പൊട്ടി ഒലിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. കഠിനമായ വേദനകൾ കൊണ്ട് പൊളയുന്ന ഒരു രോഗിയാണ് ഞാൻ. ഈ രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഡിസംബർ മാസത്തെ അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ ഞാൻ പങ്കുചേരാൻ ഇടവന്നത്. അനേകം വ്യക്തികൾ സൗഖ്യം പ്രാപിക്കുന്ന അനുഭവങ്ങൾ വിവരിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ എൻ്റെ പൊട്ടിയൊലിക്കുന്ന വേരിക്കോസ് വെയിൻ്റെ വേദന സമർപ്പിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. 2 ആഴ്ച അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ പൊട്ടിയൊലിക്കുന്ന വേരിക്കോസ് വെയിൻ്റെ രോഗം പരിപൂർണമായും എൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെട്ട് ഞാൻ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. നേരത്തെ ഇതിനു വേണ്ടി ഞാൻ ഒരുപാട് മരുന്നുകൾ കഴിക്കുമായിരുന്നു. എന്നാൽ വചനം കേട്ട് എൻ്റെ കാല് പരിപൂർണ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 11 വർഷമായി വേരിക്കോസ് വെയിന് വേണ്ടി ചികിത്സ ചെയ്ത് മടുത്ത ഒരു സഹോദരി മേരി ചേട്ടത്തി. ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത വിധം തകർന്നു പോയൊരു ജീവിതം. വേദന കൊണ്ട് രാത്രി പകലില്ലാതെ തകർന്ന് വേദനിക്കുന്നൊരവസ്ഥ. അപ്പോഴാണ് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകർ സൗഖ്യം പ്രാപിക്കുന്ന അനുഭവങ്ങൾ അഭിഷേകാഗ്നി വചന ശുശ്രൂഷകളിൽ അവർ കേട്ടത്. അവർ ഹൃദയം കൊണ്ട് ഒരു തീരുമാനം എടുത്ത്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ വചനം കേട്ട് എൻ്റെ കർത്താവിനെ ഞാൻ ആരാധിക്കും. 2 ആഴ്ച അടുപ്പിച്ച് വചനം കേട്ടു. രോഗം ശരീരത്തിൽ നിന്ന് വചനശക്തിയാൽ വിട്ടുമാറിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 145-ാം സങ്കീർത്തനത്തിലെ 16-ാം തിരുലിഖിതം, കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. ഇതാ മറ്റൊരു അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ബീന ജോയി. ഞാൻ കിടങ്ങൂരിൽ നിന്നാണ് ഈ സാക്ഷ്യം എഴുതി അറിയിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് 4 വർഷമായി ദേഹം മുഴുവൻ ചൊറിഞ്ഞു തടിക്കുന്ന അസുഖം കൊണ്ട് പീഡ സഹിക്കുകയായിരുന്നു. ചെയ്യാവുന്ന ഒരുവിധം എല്ലാ ചികിത്സകളും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു നോക്കി. ഫലമൊന്നും കണ്ടില്ല. 6 മാസം മുമ്പ് അമ്മ ഷാലോം ചാനലിലെ അഭിഷേകാഗ്നി വചന ശുശ്രൂഷയുടെ സമയത്ത് ഈ ചൊറിഞ്ഞു പൊട്ടിയ ശരീരവുമായി ടിവിയുടെ മുമ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. അന്ന് മുതൽ എൻ്റെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് ആ വ്രണങ്ങൾ കരിഞ്ഞുപോയി. പിന്നീട് ഒരിക്കലും ആ രോഗം എൻ്റെ അമ്മയെ അലട്ടിയിട്ടില്ല. ഏതാണ്ട് 6 മാസമായി
എൻ്റെ അമ്മ സൗഖ്യം അനുഭവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ച് നോക്കുക. വർഷങ്ങളായി 4-5 വർഷമായി ചൊറിഞ്ഞ് പൊട്ടി ഒലിക്കുന്ന ശരീരവുമായി മരുന്നുകൾ മാറി മാറി ചെയ്ത്, ഡോക്ടർമാരെ മാറി മാറി കണ്ട്, ചികിത്സാവിധികൾ മാറി മാറി അപ്ലൈ ചെയ്ത് എല്ലാം പരാജയപ്പെട്ട് വ്രണം പിടിച്ച ശരീരവുമായി വേദനിക്കുന്ന ഒരു വീട്ടമ്മ. എന്നാൽ ടെലിവിഷനിലൂടെ അഭിഷേകാഗ്നി വചനശുശ്രൂഷ നടക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനം ജീവനും ആത്മാവുമാണ്, ആ വചനം സൗഖ്യം നൽകുന്നു എന്നൊരു ബോധ്യം പരിശുദ്ധാത്മാവ് ഈ അമ്മയ്ക്ക് കൊടുത്ത്, അതുകൊണ്ട് എല്ലാ ചികിത്സാ വിധികളും മാറ്റിവെച്ച് ടെലിവിഷന് മുമ്പിലിരുന്ന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം കേട്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാനാമം യേശു നാമത്തെ ഉറക്കം വിളിച്ച് ആ മകൾ അന്ന് തന്നെ അത്ഭുത സൗഖ്യം പ്രാപിച്ചു. പിന്നീട് 6 മാസമായി ശരീരത്തിൽ വ്രണമോ ചൊറിച്ചിലോ കരിച്ചിലോ വ്രണങ്ങളോ ഉണ്ടാകുന്നില്ല. പ്രിയ ദൈവമക്കളെ, ഒരു പക്ഷേ എന്നെയും നിങ്ങളെയും പീഡിപ്പിക്കുന്ന അന്ധകാര ശക്തികളുടെ ആധിപത്യത്തിൽ ഞാൻ നിങ്ങളൊന്ന് വേദനിക്കുകയായിരിക്കാം. ഇന്ന് ഞാനും നിങ്ങളും വളരെ കഷ്ടത്തിലായിരിക്കാം. മനസ്സിൽ വേദന കൊണ്ട് നിരാശ കൊണ്ട് നിറഞ്ഞൊരു സാഹചര്യമാകാം. ഈ നിമിഷം നിന്റെ ജീവിക്കുന്ന ദൈവത്തെ, രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ നീ വിളിക്കുമോ? നിന്റെ ജീവിതത്തിലേക്ക് ഒരു ദൈവിക ശക്തി ഇറങ്ങാൻ പോവുകയാണ്. നീ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന്, ഒരുപക്ഷെ കിടക്കുന്ന രോഗിയായിരിക്കാം, ആ കിടക്കുന്ന കിടക്കയിൽ തന്നെ ഇരുന്ന്, കസേരയിലോ നിലത്തോ മുട്ടുകുത്തിയോ എങ്ങനെയും ആകട്ടെ, നിങ്ങൾ ഇരിക്കുന്ന സമൂഹത്തിൽ, ഇരിക്കുന്ന കൂട്ടായ്മയിൽ, ഇരിക്കുന്ന ഭവനത്തിലിരുന്ന് ഇപ്പോൾ വിശ്വാസത്തോടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന കുടുംബങ്ങളോട് ചേർന്ന് യേശുവിന്റെ നാമത്തെ വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഓ പിതാവേ, ഈ സമയം പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് വേദനകളോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും കണ്ണുനീരിലേക്ക് ഇടപെടണമേ പിതാവേ. യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കട്ടെ. കിടപ്പ് രോഗികൾ കിടക്കകൾ വിട്ട് ചാടി എഴുന്നേൽക്കട്ടെ. ക്യാൻസർ രോഗികൾ ക്യാൻസർ രോഗം വിട്ട് ഇപ്പോൾ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. ഓ ദൈവമേ, ആസ്മ രോഗങ്ങൾ, അപസ്മാരങ്ങൾ, ശ്വാസം മുട്ടല്, പലതരത്തിലുള്ള കരൾ സംബന്ധമായ രോഗങ്ങൾ, രക്തസംബന്ധമായ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ സമയം തന്നെ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ സ്പർശിക്കണമേ, ഹൃദയങ്ങളെ സ്പർശിക്കണമേ, അന്തരംഗത്തെ സ്പർശിക്കണമേ. മന്ദിച്ചുപോയ ഹൃദയങ്ങളെ ഉണർത്തണമേ, മന്ദിച്ചുപോയ മരവിച്ചുപോയ ആത്മാക്കളെ തട്ടി ഉണർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തക്ക സമയം ഒരു ദൈവീക ക്രമീകരണം. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിലെ 6-ാമത്തെ തിരുലിഖിതം, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഇന്ന് അനേകം ദൈവ മക്കളുടെ ജീവിതത്തിലെ വലിയൊരു വേദനയാണ്, ഞാൻ ഇക്കണ്ട പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ഇക്കണ്ട ആത്മീയമായ വഴികളെല്ലാം അവലംബിച്ചിട്ട്, ഞാൻ ഇത്രമാത്രം ധ്യാനങ്ങൾ കൂടിയിട്ട്, ഞാൻ ഇക്കണ്ട വർഷങ്ങളെല്ലാം ടെലിവിഷനുടെ വചനം കേട്ടിട്ട് എനിക്ക് ഒരു അത്ഭുതം കിട്ടിയിട്ടില്ലല്ലോ, എൻ്റെ ഈ രോഗത്തിലൊരു വ്യത്യാസം വന്നില്ലല്ലോ, എൻ്റെ ഈ കടബാധ്യതയിൽ ഒരു മാറ്റം വന്നില്ലല്ലോ. ഒരുപാട് വ്യക്തികളുടെ ഹൃദയത്തിലെ വേദനയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിരവധി വ്യക്തികളുടെ ജീവിതത്തിൽ ഈ സമയത്ത് സാത്താൻ ഇടപെടുകയാണ്. ആ തകർന്ന സമയത്ത് ഒരുപാട് നാളുകൾ പ്രാർത്ഥിച്ചു, ധ്യാന കേന്ദ്രങ്ങളിൽ പോയി, ദേവാലയങ്ങളിലേക്ക് പോയി, തീർത്ഥാടനങ്ങൾ നടത്തി, കുരിശിൻ്റെ വഴികൾ നടത്തി, ദൈവവചനം പറയുന്ന വിധങ്ങളിൽ എല്ലാ പാപവും ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചു. എന്നിട്ടും പ്രകടമായ ഒരു ദൈവാനുഭവം ലഭിക്കാതെ, പ്രകടമായ ഒരു അത്ഭുതം സംഭവിക്കാതെ, അങ്ങനെ ചില കാര്യങ്ങൾ ഒന്നും നടക്കാതെ ഇരിക്കുമ്പോൾ സാത്താൻ ആ വ്യക്തികളുടെ അരികിലേക്ക് വരികയാണ്. എന്നിട്ട് സാത്താൻ ആ വ്യക്തികളോട് ഹൃദയത്തിൽ സംസാരിക്കാൻ തുടങ്ങുകയാണ്. സാത്താൻ പറയും, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പള്ളിയിൽ പോണത്? ദൈവത്തെ ശപിച്ച് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ വേറെ വല്ല വഴിയും നോക്ക്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കണ്ടമാനം ബൈബിൾ വായിച്ചിരിക്കുന്നത്?
നിങ്ങൾ കണ്ടമാനം പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, ഇതൊന്നും ദൈവം കേൾക്കാൻ പോകണില്ല, ഇതൊക്കെ ചിലർക്കൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ ഇതൊന്നും എല്ലാം ഒന്നും ശരിയൊന്നും അല്ല. ഇങ്ങനെ വിശ്വാസത്തിന് എതിരായ ഉപദേശങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അനേകം ദൈവമക്കളെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കുറേ കാലം പോയി പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടക്കാതിരിക്കുന്ന അന്തരീക്ഷത്തിൽ, ആ സാഹചര്യത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള നിരവധി വ്യക്തികളെ കാണാൻ എൻ്റെ ജീവിതത്തിൽ ഇട വന്നിട്ടുണ്ട്. ആ വ്യക്തികളെ സമർപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപ്പോൾ ദൈവം തന്ന ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യേശുക്രിസ്തുവിൻ്റെ വാത്സല്യ ഭാചനങ്ങളെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ലോകത്തിലുള്ള പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളെക്കുറിച്ചും വളരെ കൃത്യമായി കരുതലുള്ളവരാണ് സ്വർഗത്തിലെ ദൈവം. എന്നെക്കുറിച്ച് എൻ്റെ സ്വർഗസ്നായ പിതാവിന് കരുതലുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെക്കുറിച്ച് സ്വർഗസ്നായ പിതാവിന് കരുതലുണ്ട്. എപ്പോഴാണ് എൻ്റെ ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ടതെന്ന് സ്വർഗസ്നായ പിതാവ് നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സ്വർഗസ്നായ പിതാവിന് ഒരു നിശ്ചയമുണ്ട്. അതുകൊണ്ട് ഞാനും നിങ്ങൾ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ കണ്ണുനീരിനെക്കുറിച്ചും ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചും ഓരോ വേദനയെക്കുറിച്ചും ഓരോ തകർച്ചകളെക്കുറിച്ചും എൻ്റെയും നിങ്ങളുടെയും അപ്പനായ സ്വർഗത്തിലെ പിതാവിന് ഒരു തീരുമാനമുണ്ട്, ഒരു നിശ്ചയമുണ്ട്. ഇന്ന ദിവസം ഇന്ന മണിക്കൂറിൽ ഞാൻ ഇടപെടും, ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഇടുക്കി ജില്ലയിൽ നിന്ന് ലൂസി ദേവസ്യ തൻ്റെ അനുഭവം പങ്കുവെക്കുകയാണ്. ഈ സഹോദരി അനുഭവം തികച്ചും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായൊരു അനുഭവമാണ്. 2010 സെപ്റ്റംബർ മാസം 25-ാം തീയതി മുതൽ 29-ാം തീയതി വരെ മൂലമറ്റത്ത് വെച്ച് നടന്ന സെഗിയോൺ ടീമിൻ്റെ ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. 28-ാം തീയതി ആയപ്പോൾ കൺവെൻഷന് 4-ാം ദിവസം ആരാധനയുടെ സമയത്ത് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ പുകവലിയും മദ്യപാനവും മാറ്റിത്തരണമേ എന്ന് പറഞ്ഞ് ഹൃദയം പൊട്ടി കരഞ്ഞ് നിലവിളിക്കുകയായിരുന്നു. പെട്ടെന്ന് കയ്യിലും കാലിലും കരണ്ട് പാസ് ചെയ്യുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായി. അന്ന് തൊട്ട് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനവും പുകവലിയും എൻ്റെ ദൈവമായ കർത്താവ് എടുത്തു മാറ്റി. ഇന്ന് എൻ്റെ ഭർത്താവ് മദ്യപാനവും പുകവലിയില്ലാതെ ദൈവത്തെ ആരാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്ക്, ലൂസി ദേവസി അദ്ദേഹം കർത്താവിൻ്റെ സന്നിധിയിൽ മൂലമറ്റം ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുത്ത് ചങ്ക് പൊട്ടി അങ്ങ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനവും പുകവലിയും എടുത്തു മാറ്റി തരണമേ, ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് ശരീരത്തിൽ കരണ്ട് പാസ് ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ അനുഭവം ഉണ്ടായി. അന്ന് തൊട്ട് ഭർത്താവിൻ്റെ ജീവിതത്തിൽ ജീവിത പങ്കാളിയുടെ മദ്യപാനവും പുകവലിയും എന്നേക്കുമായി വിട്ടുപോയി.